ഹലോ. ക്ലയന്റ് കൺസൾട്ടേഷനും ഹാൻഡ്ലിംഗും എന്ന വിഷയത്തിലുള്ള ഈ പരിശീലനത്തിലേക്ക് സ്വാഗതം. ഈ പരിശീലനത്തിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് പ്രീ ട്രീറ്റ്മെന്റ് നടപടിക്രമം, അതായത് മാനിക്യൂർ, പെഡിക്യൂർ എന്നിവ നടപ്പിലാക്കാൻ കഴിയും. നിങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ക്ലയന്റിന്റെ നഖം, നഖരോഗം, അണുബാധ അല്ലെങ്കിൽ തകരാറുകൾ എന്നിവയിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് പ്രീ ട്രീറ്റ്മെന്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയൂ. പ്രീ ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കുന്നതിനായി ആദ്യം നിങ്ങൾ വിവിധ തരത്തിലുള്ള മാനിക്യൂർ, പെഡിക്യൂർ ടെക്നിക്കുകൾ പരിചയപ്പെടണം. ആദ്യം നമുക്ക് വിവിധ തരം മാനിക്യൂർ ടെക്നിക്കുകൾ പരിശോധിക്കാം. ഓരോ ഉപകരണത്തിന്റെയും യന്ത്രത്തിന്റെയും മെറ്റീരിയലിന്റെയും ഉപയോഗം നോക്കാം. Client chair, manicure stool, manicure table, manicure tray, manicure bowl, infrared lamp, hot plate, medium size bowl, electric manicure kit, orange wood stick, emery board, magnifying glass, cuticle pusher, cuticle clipper, nail brush, nail scissors, nail buffer, spatula, UV LED lamp. Materials: nail varnish remover, cuticle oil or cream, whitening pencil, nail varnish, cuticle remover, nail bleachers, nail strengthener, hand lotion and cream, top coat, base coat, liquid hand wash, H2O2, manicure shampoo, cotton, vegetable oil. മാനിക്യൂർ, പെഡിക്യൂർ വേളയിൽ ഓരോ തരം നഖത്തിനും പ്രത്യേക ട്രീറ്റ്മെന്റാണ് ആവശ്യമായിരിക്കുന്നത്. അതിനാൽ മാനിക്യൂർ, പെഡിക്യൂർ എന്നിവയുടെ വ്യത്യസ്ത സാങ്കേതിക വിദ്യകളിൽ നിങ്ങൾ വൈദഗ്ധ്യം നേടേണ്ടത് പ്രധാനമാണ്. മാനിക്യൂർ പലതരത്തിലുണ്ട്. ചില ജനപ്രിയ സാങ്കേതിക വിദ്യകളിലൂടെ നമുക്ക് കടന്നുപോകാം. പ്ലെയിൻ മാനിക്യൂർ എന്നത് കൈകളും നഖങ്ങളും വൃത്തിയാക്കൽ, നഖങ്ങൾക്ക് ആകൃതി വരുത്തൽ, കൈകളും നഖങ്ങളും മസാജ് ചെയ്യൽ, നെയിൽ വാർണിഷ് പ്രയോഗിക്കൽ എന്നിങ്ങനെയുള്ള സാധാരണവും ആവശ്യമായതുമായ മാനിക്യൂർ പ്രവർത്തികൾ അടങ്ങിയിട്ടുള്ള ലളിതമായ ഒരു തരം മാനിക്യൂറാണ്. ഹോട്ട് ഓയിൽ മാനിക്യൂർ വരണ്ടതും പൊട്ടുന്നതുമായ നഖങ്ങൾക്കുള്ളതാണ്. ഈ മാനിക്യൂറിൽ വിരലുകൾ ഇളം ചൂടിലുള്ള എണ്ണയിൽ കുതിർക്കുന്നു. കുതിർക്കാൻ ഒലിവ് എണ്ണ അല്ലെങ്കിൽ ക്യൂട്ടിക്കിൾ എണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. ഇലക്ട്രിക് മാനിക്യൂറിൽ കൈകൾക്ക് പകരം ഇലക്ട്രിക് ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രക്രിയയുടെ മിക്ക പ്രവർത്തനങ്ങളും പ്രത്യേക ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഫ്രഞ്ച് മാനിക്യൂർ ഒരു ഉയർന്ന ഫാഷൻ ടെക്നിക്കാണ്. മാനിക്യൂർ ചെയ്ത ശേഷം നഖത്തിന്റെ അരികുകൾ വെളുത്ത ഇനാമൽ കൊണ്ട് ഫിനിഷ് ചെയ്യുന്നു. അതേസമയം നെയിൽ ബെഡ് സുതാര്യമായ നിറത്തിൽ പോളിഷ് ചെയ്യുന്നു. ഫ്രഞ്ച് നെയിൽസ് കൂടുതൽ സ്വാഭാവികവും തന്മയത്വമുള്ളതുമായി കാണപ്പെടുന്നു. ഫ്രഞ്ച് മാനിക്യൂർ ഏത് ഫാഷൻ അല്ലെങ്കിൽ വസ്ത്ര ഇനങ്ങളുമൊത്തും തികച്ചും യോജിക്കുന്നത് കാരണം വളരെ ജനപ്രിയമാണ്. ഫ്രഞ്ച് മാനിക്യൂറിന്റെ ഈ ഉയർന്ന ഫാഷൻ ടെക്നിക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം.
ഇപ്പോൾ നമുക്ക് മാനിക്യൂറിനെക്കുറിച്ച് അറിയാം. ഇനി പെഡിക്യൂറിനെയും അതിന്റെ തരങ്ങളെയും കുറിച്ച് പഠിക്കാം. പ്യൂമർ സ്റ്റോൺ എന്ന് വിളിക്കുന്ന ഒരു പരുക്കൻ കല്ലും മറ്റുപകരണങ്ങളും ഉപയോഗിച്ച് പാദങ്ങളുടെ അടിയിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്യുന്നതും നഖങ്ങളെ പരിചരിക്കുന്നതുമാണ് പെഡിക്യൂർ. കാൽവിരലുകൾക്കുള്ള ഏറ്റവും സാധാരണ തരം ട്രീറ്റ്മെന്റാണ് റെഗുലർ പെഡിക്യൂർ. ചെറുചൂടിൽ പാദം കുതിർക്കൽ, പാദം ഉരയ്ക്കൽ എന്നിവയോടെയാണ് ഇത് ആരംഭിക്കുന്നത്. അതിനെ തുടർന്ന് നഖങ്ങൾ ക്ലിപ്പ് ചെയ്യുക, ഷേപ്പ് ചെയ്യുക അല്ലെങ്കിൽ അരികുകൾ ഫയൽ ചെയ്യുക, ക്യൂട്ടിക്കിൾ നീക്കം ചെയ്യുക, പാദം മസാജ് ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്യുക, ക്ലയന്റ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു നെയിൽ പോളിഷ് പുരട്ടുക എന്നിവ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പെഡിക്യൂർ ലളിതവും നേരിട്ടുള്ളതുമായ പരിപാലനം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അനുയോജ്യമാണ്. ഫ്രഞ്ച് പെഡിക്യൂർ സ്ത്രീകൾക്കിടയിൽ വളരെ ജനപ്രിയമാണ്. അതിന് ഒരു റെഗുലർ പെഡിക്യൂറിന്റെ അതേ നടപടിക്രമമാണുള്ളത്. എന്നിരുന്നാലും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് നെയിൽ പോളിഷ് പുരട്ടുന്ന ശൈലിയാണ്. തെളിഞ്ഞ ഒരു ബേസ് കോട്ട് ആദ്യം നഖങ്ങളിൽ പുരട്ടുന്നു. തുടർന്ന് കട്ടിയുള്ള വെളുത്ത നിറത്തിലുള്ള നെയിൽ പോളിഷ് പുരട്ടുന്നു. ഹൈഡ്രേറ്റിംഗ് ആൻഡ് ഹീലിംഗ് പെഡിക്യൂർ എക്സ്പ്രസ് പെഡിക്യൂറിൽ നിന്ന് ആവശ്യമായ എല്ലാ നടപടികളും അടങ്ങിയതാണ്. ഇത്തരത്തിലുള്ള പെഡിക്യൂറിലെ ഒരേയൊരു വ്യത്യാസം കാലിന്റെ അടിഭാഗം എക്സ്ഫോളിയേറ്റഡ് സ്ക്രബ് ഉപയോഗിച്ച് ഫയൽ ചെയ്യൽ, മോയ്സ്ചറൈസിംഗ് മാസ്ക് പ്രയോഗിക്കൽ, കാലിന്റെ താഴെയുള്ള ഭാഗം, പാദം തുടങ്ങിയ മസാജ് ചെയ്യൽ എന്നിവ ഉൾപ്പെടുന്നു എന്നതാണ്. അത്ലറ്റിക്സ് അല്ലെങ്കിൽ സ്പോർട്സ് പെഡിക്യൂർ സ്പോർട്സ് അത്ലറ്റിക് ക്ലയന്റുകൾക്ക് നല്ലതാണ്. അവർക്ക് സാധാരണയായി കട്ടിയുള്ള തഴമുകൾ, കുമിളകൾ, നഖത്തിന് പരിക്കുകൾ എന്നിവയുണ്ടാകും. ഇവിടെ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് കാൽവിരലിലെ നഖങ്ങൾ വൃത്തിയാക്കുകയും ട്രിം ചെയ്യുകയും നിർജീവ ചർമ്മം ഒഴിവാക്കുകയും ക്ലയന്റിന്റെ ഉള്ളംകാലുകൾ മസാജ് ചെയ്യുകയും പേശികളുടെ പിരിമുറുക്കം ഒഴിവാക്കുകയും ചെയ്യുന്നു. ഫ്രഞ്ച് പെഡിക്യൂർ ചെയ്യുന്ന രീതി പഠിക്കാൻ നമുക്ക് ഒരു വീഡിയോ കാണാം. നിങ്ങൾക്ക് ഇപ്പോൾ മാനിക്യൂർ, പെഡിക്യൂർ എന്നിവയുടെ തരങ്ങളെക്കുറിച്ച് അറിയാം. നിങ്ങൾക്ക് ശരിയായ രീതി നിർദ്ദേശിക്കാൻ കഴിയും. പ്രീ ട്രീറ്റ്മെന്റ് നടപടിക്രമത്തിലെ അടുത്ത ചുമതല ജോലിസ്ഥലം തയ്യാറാക്കുകയാണ്. ക്ലയന്റ് കൺസൾട്ടേഷനും ഹാൻഡ്ലിംഗും എന്ന വിഷയത്തിലുള്ള ഈ പരിശീലനത്തിന്റെ അവസാനത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലയന്റിന്റെ നഖങ്ങൾ നിരീക്ഷിക്കാനും ക്ലയന്റ് ഒരു പ്രീ ട്രീറ്റ്മെന്റ് നടപടിക്രമത്തിലേക്ക് പോകണമോ എന്ന് തീരുമാനിക്കാനും കഴിയണം.